ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഓവറായിട്ട് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഇവിടെ വീട്ടിൽ കുറച്ച് താറാവുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള താറാവ് മുട്ട ഇടണില്ല. നമുക്കപ്പോൾ കുറച്ച് മുട്ട ഇടുന്ന താറാവിന് വേണം. നമ്മളിന്ന് മുട്ട ഇടുന്ന താറാവിനെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പള്ളാത്തുരുത്തിയിലോട്ടാണ്. നമ്മൾ സാധാരണ അവിടെ നിന്നാണ് താറാവിനെ വാങ്ങാറുള്ളത്. നമ്മളങ്ങനെ താറാവിനെ വാങ്ങാൻ വന്നേക്കാണ്. ആ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ താറാവിനെ വാങ്ങുന്നത്. ഇതിപ്പോൾ നെടുമുടി എത്തിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി പള്ളാത്തുരുത്തി താറാവിനെ വാങ്ങാമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ കടകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നേരെ വണ്ടി ഓടിച്ച് ഇപ്പോൾ നെടുമുടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും ആ കടയിൽ താറാവിനെ വാങ്ങിയിട്ടാണ്. ഇവിടെ ഒരുപാട് താറാവുണ്ട്. എല്ലാം കൂടെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുക വെള്ളത്തിൽ കിടന്ന്. ശരിക്കും 2 താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 താറാവ് മുട്ടയിടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ടോട്ടൽ 5 താറാവിന് വേണം. അപ്പോൾ ഈ 2 എണ്ണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ 3 എണ്ണത്തിന് മാത്രമേ കാശ് കൊടുക്കാൻ പറ്റും. കാരണം മുട്ടയിടുന്ന താറാവിന് ഇവരെടുക്കും. ഇവർക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ. അപ്പോൾ ഇറച്ചിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് മുട്ടയിടുന്ന താറാവിനെ അവർ വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പകരം വേറെ 2 താറാവിനും കൂടി തരും. അപ്പോൾ ഈ ചേട്ടനാണ് ഈ കടയുടെ ഓണർ. ഇപ്പോൾ ചേട്ടൻ നമ്മൾ കൊടുത്ത താറാവിനെ പിടിച്ചൊക്കെ നോക്കുകയാണ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഈ കടയിലൊക്കെ വന്നാൽ നമുക്ക് നല്ല നാടൻ താറാവ് ഇറച്ചി കിട്ടും. ഈ ഒരു കടയിൽ മാത്രമല്ല, ഈ കുട്ടനാട് സൈഡിൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല നാടൻ താറാവിന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ താറാവിനെ ഈ കൂട്ടത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടനകത്തുനിന്ന് പണി വന്നു. ചേട്ടനപ്പോൾ അങ്ങോട്ട് പോയി. നമുക്കപ്പോൾ ആ സമയം കൊണ്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. അതായത് സ്ഥലങ്ങളൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ കാണാനായിട്ട്. അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ കിട്ടില്ലനാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഭംഗി കാണുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു വീടെടുത്ത് അങ്ങ് താമസിച്ചാലോ തോന്നിപ്പോവും. പക്ഷെ മഴക്കാലം വരുമ്പോഴാട്ടെ ഇവിടെ പ്രശ്നം വരുന്നത്. അറിയാലോ, പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ഥലമായിരുന്നു കുട്ടനാട്. പ്രളയം വരണം എന്നൊന്നുമില്ല, ചെറിയൊരു മഴ വന്നാൽ പോലും ഇവിടെ നല്ലോണം വെള്ളം കിട്ടാറുണ്ട്. കാരണം ഈ സ്ഥലം സീ ലെവലിന് ഒരുപാട് താഴെയാണ് നിൽക്കണേ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം ഇങ്ങോട്ടേക്കാണ് ഒഴുകി വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കിട്ടും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമ്മളിപ്പോൾ പിന്നെയും താറാവിൻ്റെ അടുത്തോട്ട് എത്തി. അപ്പോൾ ഇവിടെ വേറൊരു ചേട്ടൻ താറാവിനെ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറ്റാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ഈ താറാവ് പോകുന്നതാണ് എന്ത് രസമല്ലേ. അതിങ്ങനെ പുറകെ വാല് പോലെ പൊക്കോളൂ. അങ്ങനെ കുറച്ച് താറാവിനെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ വഴി എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും മടുക്കൂല എന്നുള്ളതാണ്. ഇതിപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് പറഞ്ഞാൽ AC റോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പണ്ടെൻ്റെ വിചാരം AC എന്ന് പറയുന്നത് നമ്മൾ മറ്റേ AC ആണെന്നായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും തണുപ്പായിരുന്നു ഈ റോഡ്. എനിക്കിപ്പോൾ ഒരു ബുദ്ധി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഏത് AC ആണെന്ന് മനസ്സിലായത്. ആലപ്പുഴ ചങ്ങനാശ്ശേരിയുടെ AC ആണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഏത് നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാലും നല്ലൊരു തണുപ്പായിരിക്കും ഈ റോഡിൽ കൂടെ പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി കൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. കാരണം ഇതിപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴ കളർകോട് അവിടെ തൊട്ട് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ വരെയും ഒരു 22 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ, 22 ആണോ എന്ന് എനിക്കല്ല, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും കിലോമീറ്ററോളം സ്ട്രെയിറ്റ് പാത്താണ്. അപ്പോൾ അപ്പറേ ഇപ്പറേ പാടായിട്ട് ഒരേ റൂട്ടാണ് അങ്ങ് വരെ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും മടുക്കൂല. ഞാൻ കോളേജിൽ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ സെയിം ഈ റൂട്ടിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെ നിന്നിട്ട് കോളേജ് ബസ്സിലായിരുന്നു പോയി വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ സെയിം റൂട്ടിൽ കൂടെ എന്നും പോകുന്നതാണ്. അപ്പോൾ ഒരു 6:30-7 മണിയാകുമ്പോഴാണ് പോകുന്നത്. അപ്പോൾ എത്ര ആണെങ്കിലും നല്ലൊരു വഴി ചങ്ങനാശ്ശേരി എത്തുന്നത് ഞാൻ ഉറങ്ങാണ്ട് നോക്കിയിരിക്കും. അത്ര ദിവസമാണ് ഇവിടെ കൂടെ പോയത്. ഇതിപ്പോൾ ഈ രാത്രി ആയി പോയതുകൊണ്ട് അത്ര എനിക്ക് കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റണില്ല. നമ്മളൊന്നെങ്കിൽ ഇവിടെ രാവിലെ വരണം. രാവിലെ ഒരു 7 മണി 8 മണിക്കുള്ളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ കുറേ കിളികളെയും അതുപോലെ മറ്റേ കൊക്കൊക്കെ പറക്കണ കാണാൻ പറ്റും. താറാവ്, അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു നമ്മൾ സീനറി ഒക്കെ കാണുന്ന പോലത്തെ ഒരു ഭംഗിയാണ് ഇവിടെ. അതുപോലെ വൈകുന്നേരം ആണെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് മുന്നേ വരണം. ഇപ്പം കുറച്ച് ഇരുട്ടായിപ്പോയി. അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കുറേ ബ്ലോക്ക് കിട്ടിയോണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്.
കുറച്ചും കൂടി നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ചേട്ടൻ വന്നിട്ട് നമുക്ക് മുട്ടയിടുന്ന താറാവിനെ നോക്കി പിടിക്കുകയാണേ. അപ്പോൾ ചേട്ടൻ ചെയ്യണ നോക്കി അതിൻ്റെ ചിറക് പിടിച്ചിട്ട് വളച്ച് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് ഓടിപ്പോകില്ല, അതിന് വേണ്ടിയിട്ട് ചെയ്യണം. പക്ഷെ അതിന് വേന എടുക്കൂല, എനിക്ക് അറിയില്ല കേട്ടാ, പാവുണ്ടത്. അതിൻ്റെ കിടപ്പ് കണ്ടില്ല, ചിറക് പിടിച്ച് വളച്ച് വെച്ചിട്ട് എനിക്ക് കണ്ടിട്ട് തന്നെ സങ്കടം വരുന്നു. അങ്ങനെ നമ്മൾ 5 താറാവിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു താറാവിന് 300 രൂപ വെച്ചിട്ടാട്ടെ ഇവർ വാങ്ങണേ. നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് തന്നു, 280 രൂപയ്ക്ക് തന്നു. അപ്പോൾ നമ്മൾ താറാവിനെയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.